ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകള് നിങ്ങളുടെ പേഴ്സണിലേക്ക് എത്രത്തോളമാണ് കണക്റ്റ് ആവുന്നത്, അതിലൂടെ നിങ്ങളുടെ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിൽ, അതായത് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം എടുക്കുക. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അവർ നിങ്ങളെ വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇതുവരെ മുന്നോട്ടേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ, അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വന്നിരിക്കുന്ന ചേഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ ഓർക്കാതിരിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ടോട്ടാലിറ്റി, സപ്രഷൻ, creativity, going with the flow, politics, moment to moment, understanding, comparison, the burden, letting go, possibilities, healing, integration, guilt, trust, past lives, the full energy, കോൺഷ്യസ്നെസ് ആണ് വന്നിരിക്കുന്നത്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് എക്സ്പീരിയൻസിങ് ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറണ്ട് എനർജി ഏത് രീതിയിലാണ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരിപ്പോൾ ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ നോക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കായിട്ടുള്ള റീഡിംഗ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സന്റെ എനർജി നോക്കുകയാണെങ്കിൽ, ഇവരിപ്പോൾ എവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ലെറ്റിൻ ഗോ വന്നിരിക്കുന്നത്. എവിടേക്കാണോ അവർ പോയത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ട് തിരിച്ച് ആ അതായത് ആ ഒരു പോയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തുക. കാരണം ഭയങ്കരമായിട്ട് ഒരു റിഗ്രറ്റ് ഫീൽ ഒക്കെ തോന്നുന്നുണ്ട്, ഗിൽറ്റ് ഫീൽ ഒക്കെ തോന്നുന്നുണ്ട്. ഒരു കുറ്റബോധം അവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അവരെടുത്ത തീരുമാനം തെറ്റാണ്, അല്ലെങ്കിൽ പോയി നിന്ന സ്ഥലം അവർക്കൊട്ടും അനുയോജ്യമായിട്ടുള്ള സ്ഥലമല്ല. അവർ അവിടെ നിൽക്കേണ്ട ഒരു പേഴ്സൺ അല്ല. അത് അവർക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് അല്ല. അവിടെ നിന്ന് മാറി പോരണം. കാരണം ഭയങ്കരമായ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. പക്ഷെ അതൊന്നും പുറത്തേക്ക് കാണിക്കാനായിട്ട് ഇവർ തയ്യാറെടുക്കുന്നില്ല. ഇവിടെ പൊളിറ്റിക്സ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവര് മറ്റുള്ളവരുടെ മുമ്പിൽ, ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ പോലും അവർ നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടൊക്കെ ഒരു ചിരിച്ച മുഖത്തോടു കൂടിയാണ് പുറമേ എല്ലാവരെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെ സത്യം അങ്ങനെയല്ല. ഇവര് പുറമേ കാണിക്കുന്നതല്ല അകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഇവര് ഭയങ്കരമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. പോയി നിന്ന സ്ഥലത്ത്, അതായത് പാമ്പിനാണ് പാല് കൊടുത്തതെന്ന് പറഞ്ഞ പോലെ, പോയി നിന്ന സ്ഥലത്ത് നിന്നും വളരെ കഠിനമായിട്ടുള്ള രീതിയിലുള്ള എന്തൊക്കെയോ ഒരു തിരിച്ചടികൾ, ഒരു പെയിൻ എല്ലാം ഇവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ആയിരിക്കാം പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും അവർക്ക് അത്ര നല്ല ഒരു അനുകൂലമായിട്ടുള്ള കാര്യങ്ങളല്ല ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവിടെ ഓക്കെ അല്ല എന്നുള്ളതാണ് കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മൊമെന്റും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റ് ലീവ്സ് ആണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞുപോയ നാളുകൾ, നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു മൊമെന്റ്സ് കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. ഇവരായിട്ട് ഒരു സമയത്ത്
നിങ്ങൾ അവർക്ക് ഭയങ്കര ഭാരമാണ് എന്നുള്ള രീതിക്ക്, അതായത് നിങ്ങൾ ഒരു ഭയങ്കര ശല്യമായിട്ട് കണ്ട വ്യക്തികളാണ്, എങ്ങനെയെങ്കിലും നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളൊരു മൈൻഡിലൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പലപ്പോഴും അവർ പെരുമാറിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു ഭാരമായിട്ട് കണ്ട് ഒഴിപ്പിച്ച് അവിടെ നിന്നും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും പൂർണ്ണമായിട്ട് ലെറ്റ് ഗോ ചെയ്ത് അവർ പോയവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ ആ ഒരു പോയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള ഒരു പോസിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഇനി ഒരു അവസരം അവർക്ക് ആ ഒരു പോസിബിലിറ്റി ലഭിക്കാൻ സാധ്യതയുണ്ടോ, നിങ്ങളുടെ മനസ്സിൽ അവർക്കൊരു സ്ഥാനം ഉണ്ടോ എന്നുള്ളത് ഇവരായിട്ട് തന്നെ ഇപ്പോൾ അന്വേഷണത്തിലാണ്. ആ ഒരു സ്ഥാനം അവരിപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലേക്കൊരു തിരിച്ചുവരവ് അവർക്ക് എത്താൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് സ്വയം തന്നെ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, ഏത് രീതിയിലാണ് നിങ്ങളുടെ ഓർമ്മകൾ ഇവരിലേക്ക് കണക്ട് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ എന്തൊക്കെ രീതിയിലുള്ള ചേഞ്ചസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എക്സ്പീരിയൻസിംഗ് ആണ്. ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുമുണ്ട്. കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതോ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതോ അല്ല, ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജിയിൽ ഇവരെ സ്വയമേ തന്നെ അനുഭവിച്ച് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് സത്യസന്ധമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കാതിരുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അവരവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ടിട്ട് സ്പിരിച്വലി നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കണക്ട് ആവുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ഡൗൺ സ്റ്റേജിൽ നെഗറ്റീവ് എനർജിയിലേക്ക് വന്നിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് എങ്കിലും അവിടെ നിന്ന് ഒരു വഴിതിരിച്ചു വിടുക, ടേണിംഗ് ഇൻ ആണ്. അവരുടെ മനസ്സിനെ തന്നെ ഏകാഗ്രമാക്കിക്കൊണ്ട് അവർ പൂർണ്ണമായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ ലെറ്റ് ഗോ ചെയ്യാനും അതുപോലെ തന്നെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരാനുമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് ഇവരിപ്പോൾ കടന്നു പോകുന്നത്. മെച്യൂരിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഭയങ്കരമായ എടുത്തുചാട്ടം, അതുപോലെ തന്നെ ഭയങ്കരമായ ഒരു ധാർഷ്ട്യം, ഇതൊക്കെയുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോ ഇവരിൽ ഒരു മെച്യൂരിറ്റി കൈവന്നിട്ടുണ്ട്. കാര്യങ്ങളെ എല്ലാം ഇരുത്തി ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് ഇവരിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അവരുടെ ക്യാരക്ടർ കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായിട്ടും വലിയ രീതിക്കുള്ള ഒരു ചേഞ്ചസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ലവേഴ്സ് എനർജി വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഓർമ്മകൾ ഇവരിലേക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർക്ക് നിങ്ങളോട് അവരുടെ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞൊരു സ്നേഹം അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു സമയം അവർ നിങ്ങളുടെ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്നേഹത്തിനായിട്ട് കൊതിക്കുന്ന ഒരു മനസ്സിൽ തന്നെയാണ് ഇവർ ഇരിക്കുന്നത്. പുറമേ അത് കാണിക്കുന്നില്ലെങ്കിൽ പോലും ആ ഒരു ആത്മാർത്ഥമായ സ്നേഹം എത്രയും വേഗം അവരിലേക്ക് വന്നു ചേർന്നിരുന്നെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു സക്സസ് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് അവരായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു. അതായത് ഇവർ എവിടെയാണോ നിങ്ങൾ ഉപേക്ഷിച്ച് പോയത് അതേ സ്ഥലത്തേക്ക് അവർ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവരെപ്പോഴാണോ നിങ്ങൾ ഉപേക്ഷിച്ചത് ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ വന്നിട്ട് ആ ഒരു ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്ന് നിങ്ങളെ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വേണമെന്ന് അവരായിട്ട് തന്നെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു കർമ്മ തന്നെയാണ്. കർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ വേദന, ആ ഒരു നോവ് ഈ ഒരു പ്രപഞ്ചം കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ മാനസികപരമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് കർമ്മയിലൂടെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയിലൂടെ നേരിടേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഒരു ഐസൊലേഷൻ എനർജിയിലാണ്, ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയുന്നില്ല. അവർക്ക് കരയാൻ സാധിക്കുന്നില്ല, ചിരിക്കാൻ സാധിക്കുന്നില്ല, സ്വന്തം ലൈഫ് എൻജോയ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. ലൈഫിൽ ഒരു മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ടാണ് ഇവരിപ്പോ സ്പിരിച്വൽ കണക്ഷനിലേക്ക് മാറിയിരിക്കുന്നത്. എടുത്തുചാട്ടം കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറി ഇപ്പൊ കംപ്ലീറ്റ്ലി ഒരു സൈലൻസ് ആണ്, നിശബ്ദമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. സമാധാനമാണ് ജീവിതത്തിൽ വേണ്ടത്. സത്യസന്ധമായി പ്രവർത്തിച്ചാൽ മാത്രമേ അത് ജീവിതത്തിൽ അനുഭവയോഗ്യമാകാൻ സാധിക്കുകയുള്ളൂ. പുറമേ കാണിച്ചില്ല എന്ന് പറഞ്ഞാലും ഉള്ളിൽ ഇങ്ങനെ അലയടിച്ചു പോകുന്ന ഒരു കടല് പോലെയാണ് ഇവരുടെ മനസ്സ്. അതെല്ലാം ഇവർ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പുതിയൊരു ഉണർവ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിൽക്കുന്നത്. നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെ ടോട്ടാലിറ്റി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളും അവരുമായിട്ട് ഒരുമിച്ച് ചേരുമ്പോഴാണ് ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഭംഗി ഉണ്ടായിരുന്നത്. അതായത് സത്യസന്ധമായിട്ടുള്ള സ്നേഹത്തിന്റെ സ്ഥലത്ത് മാത്രമാണ് ഭംഗി ഉണ്ടാവുകയുള്ളൂ. അവർ പോയ സ്ഥലത്ത് അവർക്ക് ആ ഒരു ടോട്ടാലിറ്റി കാണാൻ സാധിച്ചിട്ടില്ല. ഇവർ എത്രത്തോളം എഫേർട്ട് കാര്യങ്ങളൊക്കെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് അവിടെ നിന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അതിൻ്റെതായ ഒരു അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വ്യക്തികൾ, ഫാമിലി,
അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ആകാം. വ്യക്തി സാന്നിധ്യം ആണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോ അല്ല അവരുടെ ഒരു കരിയർ, സാമ്പത്തികം ഇതൊക്കെ ആഗ്രഹിച്ചു പോയവരാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികം മാത്രം കെട്ടിവെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. വൈകാരികപരമായിട്ടുള്ള ആ ഒരു സ്നേഹം, ആത്മാർത്ഥത ഇതെല്ലാം കൂടി ഉണ്ടെങ്കിലാണ് എല്ലാത്തിനും ഒരു വിജയം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു രീതിയിൽ മൈൻഡ് ഭയങ്കര ബ്ലോക്ക് ആയിട്ട് എല്ലാ രീതിക്കും ഒരു പ്രഷർ അനുഭവിക്കുന്ന സ്റ്റേജിലാണ് ഇവർ നിൽക്കുന്നത്. ഈ ഒരു കെട്ടുകളെ എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം എന്നുള്ളൊരു മനസ്സൊക്കെ വരുന്നുണ്ട്. അത്രയും disturbed ആയിട്ടാണ് ഈ ഒരു person ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ person ൽ വലിയ രീതിക്ക് attitude ൽ change സംഭവിക്കുന്നുണ്ട്. അതിന്റെ main ആയിട്ട് പറയേണ്ടത് ഇവരുടെ സ്വാർത്ഥതയ്ക്ക് തന്നെയാണ് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. എല്ലാവിധ അഹങ്കാരങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു stage ആണ്. ഒരു പച്ചയായ മനുഷ്യനിലേക്ക് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ going with the flow ആണ്. പോകുന്നത് പോലെ പോകട്ടെ, ഒഴുക്കിനനുസരിച്ച് നീന്താം എന്നുള്ളൊരു mentality ആണ്. പുറമേ കാണിക്കുന്നില്ലെങ്കിലും വളരെയധികം disturbed ആണ് മനസ്സെല്ലാം. ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ചിന്തിച്ചു കൂട്ടി വേദനിക്കുന്നുണ്ട്. എങ്കിലും ഒരു തിരിച്ചറിവ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ഈ relationship ന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. കാരണം പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. understanding ആണ്. അവർ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നിങ്ങളുടേതായ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരു അനുവാദം തന്നിരുന്നെങ്കിൽ, അതുപോലെ നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് ഇവർ കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പറന്നകന്ന് പോകില്ലായിരുന്നു. ഇവരായിട്ട് തന്നെയാണ് നിങ്ങളെ പറത്തിവിട്ടത്. അത് വെറുതെ പറത്തിവിടല്ല, അടിച്ചോടിച്ചു വിടുന്ന രീതിയിൽ അത്രയും നിങ്ങൾ അവഗണിച്ച വ്യക്തികളായിരിക്കും. ഒരുപാട് നിങ്ങൾ insult ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് ഇവരുടെ പുറകെ beg ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴൊന്നും നിങ്ങളുടെ സ്നേഹത്തെ കാര്യങ്ങളെ ഒന്നും ഇവർ കണ്ടില്ല എന്ന് നടിച്ചവരാണ്. എന്നാൽ അതേ സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കാത്തിരിക്കുകയാണ്. കാരണം ഇവരുടെ ഇപ്പോഴത്തെ situation എന്ന് പറയുന്നത് ഒരു കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്ന കിളിയാണ്. അപ്പോൾ പുറമേ പറന്നു നടക്കുന്ന കിളികളെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കരമായ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം ഇവരിപ്പോൾ lock ആയി നിൽക്കുന്ന ഒരു situation ആണ്. പക്ഷെ ഈ ഒരു situation ലും ഇവിടെ ഒരു comparison നടക്കുന്നുണ്ട്. comparison എന്ന് പറയുമ്പോൾ അവരെയും നിങ്ങളെയും വെച്ചിട്ടാണ് അവർ compare ചെയ്യുന്നത്. ഇവരെക്കാൾ എത്രയും നല്ല ഒരു വ്യക്തി ആയിരുന്നു നിങ്ങൾ, അല്ലെങ്കിൽ സ്നേഹിക്കാൻ അത്രയും അറിയാവുന്ന ഒരു person തന്നെയായിരുന്നു നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളെയാണ് ഇവർ പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞത്, ഭാരമായിട്ട് കണ്ടത്. ആ ഒരു situation ൽ നിന്ന് ഇവർ തന്നെയാണല്ലോ ഇറങ്ങി പോകുന്നത് എന്നൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട്, അതിനെ നിയന്ത്രിക്കാനായിട്ട് അവർ ഭയങ്കരമായിട്ട് ഒരു meditation പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ focused ആയിട്ടുണ്ട്. ഇവിടെ healing എന്ന് പറയുമ്പോൾ സ്വയം തന്നെ അവരെ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഈ ഒരു character കാര്യങ്ങളൊക്കെ വെച്ച് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്നല്ല അവരുടെ കൂടെ ആരും ഉണ്ടാവില്ല. അത് കുറെ കഴിയുമ്പോൾ ഇപ്പൊ അവർക്ക് ചുറ്റിനും ചിലവരുടെ ചുറ്റിനും എല്ലാവരും ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു അവസ്ഥ വരുമ്പോൾ അവരുടെ ഈ ഒരു mentality ആണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ സ്വാർത്ഥപരമായിട്ടുള്ള ഒരു മനോഭാവം ആണെന്നുണ്ടെങ്കിൽ ആരും അവരുടെ കൂടെ നിൽക്കില്ല. എല്ലാ രീതിക്കും അവർ adjust ചെയ്ത് അല്ലെങ്കിൽ അവർ അത്രയും സ്നേഹിച്ച് ഇവർ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താലും അവർ അത്രയും മനസ്സിലാക്കി സ്നേഹിച്ച് കൂടെ നിർത്തിയിരിക്കുന്ന നിങ്ങളാണ്. ആ നിങ്ങളെയാണ് അവർ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് അവർ മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഒരു നിമിഷം അവരെ തന്നെ അവർ heal ചെയ്യിക്കുന്നുണ്ട്. ഒരുപാട് spiritual connection ലേക്ക് വരുന്നുണ്ട്. ദൈവിക വിശ്വാസം, trust ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇതുവരെ ഒരു trust കാര്യങ്ങളോ ഒക്കെ ഇല്ലാതിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വളരെയധികം വിശ്വാസത്തോടു കൂടി വളരെയധികം spiritual connection ഓട് കൂടിയാണ് മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്നത്. ഇവിടെ creativity വന്നിരിക്കുന്നുണ്ട്. നിങ്ങളുടെ person നിങ്ങളെ ഒരുപാട് imagine ചെയ്യുന്നുണ്ട്, create ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ energy ലേക്ക് ഭയങ്കരമായ ഒരു positive ആയിട്ടുള്ള connection തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. emotionally അവർ നിങ്ങളിലേക്ക് വളരെയധികം അടുക്കുന്നുണ്ട്. ഒരു unconditional love നിങ്ങളോട് തോന്നുന്നുണ്ട്. അവരുടെ attitude, അവരുടെ മനോഭാവത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ആ ഒരു spiritual connection, നിങ്ങളുടെ ഓർമ്മകൾ ഇതെല്ലാം അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവരിപ്പോൾ ഏത് situation ൽ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്, ഒരു പ്രതീക്ഷ. നിങ്ങൾ അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമായിരിക്കും. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവരെ ഇപ്പൊ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് going with the flow എന്ന് പറയുമ്പോൾ അവരിപ്പോ മുന്നോട്ടേക്ക് നീങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ integration വന്നിട്ടുണ്ട്. ഒരു relationship എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികളും ഒരുപോലെ തന്നെ effort എടുക്കണം. ഒരാൾ മാത്രം effort എടുത്തുകൊണ്ട് ഒരു relationship ഉം വിജയിക്കില്ല. അതായത് ഒരു വള്ളത്തിന്റെ രണ്ട് side ൽ രണ്ട് വ്യക്തികൾ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും opposite ആയിട്ട് തുഴയുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങും എത്തില്ല. ഒരേ ദിക്കിലേക്ക് തുഴയാൻ തുടങ്ങുമ്പോഴാണ് എങ്ങോട്ടെങ്കിലും ഒരു കരയ്ക്ക് അത് അടുക്കുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ person ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന അതേ effort ഇവരും എടുക്കണം. അങ്ങനെ രണ്ടുപേരും ഒരുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ആ ഒരു ശിവശക്തി സംയോഗമാണത്. രണ്ടുപേരും ഒരുപോലെ effort എടുക്കുമ്പോഴാണ് relationship ന് ഭംഗി ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഒരുമിച്ച് മുന്നോട്ടേക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ person മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ അവരത് മനസ്സിലാക്കുന്നുണ്ട്. അവർക്കൊരു guilt അല്ലെങ്കിൽ regret feel ഒക്കെ ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. ഭയങ്കരമായിട്ട് അവർ disturbed ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്.
മെന്റലി ഭയങ്കരമായിട്ട് ഒരു ഡൗൺ സ്റ്റേജിലാണ് നിൽക്കുന്നത്. എങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ ആ ഒരു ട്രസ്റ്റോട് കൂടി പഴയകാല ഓർമ്മകളൊക്കെ ഓർത്തെടുക്കുകയാണ്. നിങ്ങളും അവരുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷത്തില് അവർ എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു നിങ്ങൾക്ക് ആദ്യ സമയത്ത്. നിങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ ആദ്യ സമയത്ത് മാത്രമല്ല, ഈ റിലേഷൻഷിപ്പ് സെപ്പറേഷൻ സ്റ്റേജിലേക്ക് പോകുന്ന നിമിഷം വരെ നിങ്ങൾ ആ ഒരു എഫേർട്ട് അതേപോലെ കൊണ്ടുപോയവരാണ്. പക്ഷെ ഇവരുടെ ഭാഗത്തു നിന്നാണ് ഇവർ ആ ഒരു ഓന്തിന്റെ നിറം മാറുന്നത് പോലെ മാറിപ്പോയത്. അവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ആയി, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന വ്യക്തികളായിട്ട് അവർ മാറി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. എങ്കിലും ആ ഒരു ഓർമ്മകളൊക്കെ അവരിപ്പോ ഓർത്തെടുത്ത് വേദനിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു സൈഡ് കൊണ്ട്, മറ്റൊരു സൈഡ് കൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ലൈഫിൽ ഇത്രത്തോളം അവർ എൻജോയ് ചെയ്തിരിക്കുന്ന നിമിഷങ്ങൾ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് കടന്നു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവിധ സപ്പോർട്ടോടു കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക. നിങ്ങളുമായിട്ട് ഒരു എല്ലാവിധ രീതിക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്ത്, കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂസോ തെറ്റിദ്ധാരണകളോ അതുപോലെ ഒരുപാട് സിറ്റുവേഷനുള്ള വ്യക്തികളായിരിക്കാം. എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതിനൊരു ക്ലാരിറ്റി വരുത്തി ഒരു ന്യൂ ബിഗിനിങ് വേണം. അതിനുവേണ്ടി അവരുടെ മനസ്സിനെ തന്നെ അവരിപ്പോ പ്രിപ്പയർ ചെയ്യുകയാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ അവരുണ്ടോ എന്നുള്ളത് അറിയാനായിട്ടാണ് അവർ ഈ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. നിങ്ങളുടെ പുറകെ അവർ അന്വേഷണവുമായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരായിട്ട് തന്നെ നിങ്ങളെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മറ്റു പല സോഴ്സിലൂടെ നിങ്ങളുടെ വ്യക്തി അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് വഴിയോ ഇനി അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ വഴിയൊക്കെ ആയിരിക്കാം. ഇവർ എന്തായാലും നിങ്ങളെ ചേസ് ചെയ്യുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു മനസ്സിലാക്കലിലൂടെ ഇവർ പൂർണ്ണമായും നിങ്ങളെ അറിയാനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് കടന്നു വരണമെന്ന് ഇവർ ചിന്തിക്കുകയാണ്. കാരണം അവർ അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്ത് കളയാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ മനോഭാവം എന്തായാലും വലിയ രീതിക്കുള്ള ഒരു മാറ്റങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യാനുള്ള മെന്റാലിറ്റിയിലേക്ക് വന്ന് അവരെ തന്നെ ഹീൽ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അവരുടെ ക്യാരക്ടറിലൊക്കെ ഒരു ചേഞ്ചസ് കൊണ്ടുവരിക. നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ വില്ലിങ് ആവുന്നത്. റിലേഷൻഷിപ്പ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതുപോലെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നെഗറ്റീവായ സിറ്റുവേഷൻസ് അത് എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത് എന്തും ആയിക്കൊള്ളട്ടെ അതിനെയെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് അവർക്കിപ്പോ വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫില് ഒരുപക്ഷെ ഇതായിരിക്കും അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെപ്പറേഷൻ സ്റ്റേജിലാണ്. നിങ്ങൾ പൂർണ്ണമായിട്ടും ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്ത് പതുക്കെ പോകുന്നുണ്ടായിരിക്കാം മുന്നോട്ടേക്ക്. എങ്കിലും മനസ്സിങ്ങനെ ഉടക്കി കിടക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയിൽ. അപ്പൊ ആ ഒരു ചെറിയ ഉടക്കി കിടക്കുന്ന ആ ഒരു ഉടക്ക് ഇവർ എന്തായാലും കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ആ ഒരു ട്രൂ ലവുമായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് ആയിട്ടുള്ള കണക്ഷൻ നിങ്ങളുമായിട്ട് വീണ്ടും ജോയിൻ ചെയ്യാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നത്. അവർക്കിപ്പോ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു സ്പാർക്ക് പോലെയാണ് വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവരായിരിക്കാം. അത് നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നമായിരിക്കാം. അപ്പൊ നേരിട്ട് കാണാനോ ഒന്നിനും ഇവർക്ക് സാധിക്കുന്നില്ല. പക്ഷെ എങ്കിലും നേരിട്ട് കാണാനായിട്ടുള്ള ഒരു വഴി ഇവരായിട്ട് തന്നെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ഇപ്പൊ പുറത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കാണാൻ വരിക എന്നുള്ളൊരു മനസ്സ് ഇവർക്ക് വരുന്നുണ്ട്. അവർ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവർ ഒരുപാട് ബൗണ്ടറീസ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തവരായിരിക്കാം. നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തവരായിരിക്കാം. അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെല്ലാം ഒരു പൂർണ്ണമായിട്ട് ഒരു ബ്രേക്ക് ത്രൂ പൊട്ടിച്ചെറിയുക. ആ ഒരു കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങളെ വിടണം. അതായത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അവരുടെ കയ്യിലല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് സാരം. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഇവരുടെ മനസ്സ് കുറച്ചെങ്കിലും റിലാക്സ് ആകുന്നത്. ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മകൾ അവരിൽ ഇപ്പോൾ ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. കാരണം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങളിലൂടെ അവർ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നത്. വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ അവരെയും അവർ നിങ്ങളെയും കണ്ടവരാണ്. എന്നാൽ അതിനൊക്കെയാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു സെലിബ്രേഷൻ എല്ലാം തിരിച്ചു കൊണ്ടുവരണം. ഇവരുടെ ഒരു ഡെസ്റ്റിനി ആയിട്ടാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളെ കാണുന്നത്. നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റീകൺസിലേഷൻ നടത്തുക, ഒരു റീസ്റ്റാർട്ടിങ് എല്ലാ രീതിക്കും മുന്നോട്ടേക്ക് കൊണ്ടുവരിക. അതും വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
വീണ്ടും നിങ്ങളെ ഒന്ന് കണ്ടുമുട്ടുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ നേരിട്ട് കണ്ടിട്ട് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തൊട്ടടുത്തുള്ള വ്യക്തികളല്ല. ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എബ്രോഡ് തന്നെ ആവണമെന്നില്ല. നിങ്ങൾ ഒരുപാട് ദൂരെയുള്ള വ്യക്തികളായിരിക്കാം. ഇനി അടുത്താണെങ്കിൽ പോലും നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ടാവില്ല കുറേയധികം നാളുകളായിട്ട്. അപ്പോൾ നിങ്ങളെ കാണണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിന്റെ വാതിലുകളെല്ലാം പൂർണ്ണമായിട്ടും അവരിപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണിത്. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങളുടെ വ്യക്തി ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് നിങ്ങളിലേക്ക് വളരെയധികം ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അൺകണ്ടീഷണൽ ലവ് ആണ്. ഇതുവരെ അവർ എക്സ്പ്രസ് ചെയ്യാതിരുന്ന പല രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങളും നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ അതിശയിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം തന്നെ ഇവർക്ക് വേണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ തന്നെ ചേഞ്ച് ചെയ്യുന്നതും സ്പിരിച്വൽ കണക്ഷനിലേക്ക് വന്നിരിക്കുന്നു. ഇതുവരെ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഇല്ലാതിരുന്ന പേഴ്സൺ ആണെങ്കിൽ ആ ഒരു ട്രസ്റ്റ് വന്നിരിക്കുന്നു. അതുപോലെ അവരെ സ്വയം ഹീൽ ചെയ്യിക്കുന്നു. അവരുടെ ക്യാരക്ടറിൽ തന്നെ ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഈ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് അവർ ചെയ്യുന്നത്. അതുപോലെ നിങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പല രീതിയിലുള്ള സീക്രട്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ആ ഒരു സീക്രട്ടിലായ കാര്യങ്ങളെല്ലാം അവരെല്ലാ രീതിക്കും നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് അത്രത്തോളം ഒരു വിശ്വാസം, ഒരു ട്രസ്റ്റ് നിങ്ങളിലേക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. അതായത് അവർ എന്ത് കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണിക്കും. അപ്പൊ അവരുടെ ലൈഫിലെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്താണ് അവർ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് കളഞ്ഞത്. എന്നാൽ വീണ്ടും അതേ വിഷ്, അതേ ആഗ്രഹം അവരിപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു സന്തോഷം, സമൃദ്ധി എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം. ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു, അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഭയങ്കര വേദനയാണ്. ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ ഇവരിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇവരുടെ അവസ്ഥ, ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ ഒറ്റപ്പെടലാണ്. അപ്പൊ നിങ്ങളിലേക്ക് വീണ്ടും ഒരു പ്രപ്പോസലുമായിട്ട് കടന്നു വരാനും നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും ആ ഒരു കണക്ഷൻ വീണ്ടെടുത്ത് എല്ലാ രീതിക്കും ആ ഒരു അപ്പോളജി കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് ലോങ് ടേം ആയിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവത്തിലൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇവരെ തന്നെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലൂടെയാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാ സിറ്റുവേഷൻസും പൂർണ്ണമായിട്ടും വിട്ടിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണം എന്നുള്ളൊരു തീരുമാനമെടുത്ത് അതിനൊരു ക്ലാരിറ്റി വരുത്തി സ്വയം ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്നു. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആയിട്ടൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ രീതിക്കുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ സ്റ്റേജ് ആണിത്. മാറ്റങ്ങളിലൂടെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും ഒക്കെ ഈ ഒരു ക്ലൂസ് കൂടെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. H എന്നൊരു ലെറ്റർ, V എന്നൊരു ലെറ്റർ, M എന്നൊരു ലെറ്റർ, 1982, 10 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, 1986, 44, 19 എന്നൊരു നമ്പർ, കാർത്തിക, മെയ് എന്നൊരു മന്ത്, പുണർദം, H again വന്നിട്ടുണ്ട്, കണ്ണൂർ ഡിസ്ട്രിക്റ്റ്, S എന്നൊരു ലെറ്റർ, വയനാട്, ബാംഗ്ലൂർ വന്നിട്ടുണ്ട്, സെപ്റ്റംബർ മന്ത്, B എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം, 31, ഏരീസ്, സെപ്റ്റംബർ again വന്നിട്ടുണ്ട്, മലപ്പുറം, 1993, D എന്നൊരു ലെറ്റർ, 34, വിർഗോ, ഒക്ടോബർ മന്ത്, 44, കോട്ടയം, 1988, 37, ലിബ്ര,
എച്ച് എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്. നവംബർ മന്ത്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എ എന്നൊരു ലെറ്റർ ആണ്. ഒരുപാട് ക്ലൂസ് റിപ്പീറ്റ് ചെയ്തും വന്നിട്ടുണ്ട്. ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. റെസനേറ്റ് ആകുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.